ഓരോ നാട്ടിലും ഓരോ തരത്തിൽ ഓരോ ആളുകളും അവരവരുടെ രീതിയിൽ. എന്നാൽ പിന്നെ ഈ രീതിയും കൂടെ ഒന്ന് പരിഗണിച്ചാലോ? അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, 2 മുറിച്ച് 8-10 ചെറിയുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, നെടുവേ കയറിയ 3 പച്ചമുളക്, ചെറിയൊരു തക്കാളി കഷ്ണങ്ങളാക്കിയത്. ഇനി ഇതെല്ലാം ചേർത്ത് ഇളക്കി വഴറ്റി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 1 മുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഇനി പുളിക്ക് ആവശ്യത്തിന് 2 കഷ്ണം കുടംപുളിയും ചേർത്ത് ഇതുപോലെ ചെറുതായി തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അയല മീനാണ് ഞാൻ എടുത്തത്. ഏത് മീൻ വേണേലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് ചെറുതായി നിളക്കി കൊടുത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ച് മൂടി തുറന്ന് നോക്കുമ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി മൂടി തുറന്ന് ഒരു 5 മിനിറ്റ് കൂടെ തിളപ്പിച്ച് ചാറും കഷ്ണങ്ങളും ഒരേ ലെവലിന് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്താൽ തേങ്ങാപ്പാലിൽ വറ്റിച്ച അയലക്കറി റെഡി. അപ്പോൾ ഇനി മീൻ മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.